ഹലോ ഗൈസ്, വെൽക്കം ടു ഫോസ്റ്റർ ട്രേഡിംഗ് അക്കാഡമി. ഇന്ന് പ്രൈസ് ആക്ഷൻ സീരീസിന്റെ തേർഡ് എപ്പിസോഡിലോട്ട്, അതായത് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്. ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്ന് 3 വട്ടം നമ്മൾ ഒരു ട്രേഡറെ സംബന്ധിച്ചിടത്തോളം പറയണം. കാരണം റീറ്റെയിൽ ട്രേഡേഴ്സ് ഏറ്റവും കൂടുതൽ ഇഗ്നോർ ചെയ്യപ്പെടുന്ന ഏരിയ ആണ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്. മാർക്കറ്റ് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നതും സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിലാണ്. സോ ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് നിങ്ങൾ ഒരിക്കലും ഇഗ്നോർ ചെയ്യരുത്. അതുകൊണ്ടാണ് അത് 2 വട്ടം പറയാനുള്ള റീസൺ. കാരണം ഇവിടെ നമുക്ക് എന്തൊക്കെ ഡിസ്കസ് ചെയ്യാം. വാട്ട് ക്രിയേറ്റ് സ്ട്രോങ് ലെവൽസ്, എന്തൊക്കെയാണ് സ്ട്രോങ് ലെവൽസ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയൊക്കെയാണ് സപ്പോർട്ട് റെസിസ്റ്റൻസിനെ നോക്കി കാണുന്നതെന്ന്, എന്താണ് സോൺ എന്നുള്ളതും എന്താണ് ലൈൻ കൺസെപ്റ്റ് എന്നുള്ളതും, അതുപോലെ തന്നെ പ്രാക്ടിക്കൽ എക്സാമ്പിളും എന്തൊക്കെയാണെന്നുള്ളതും. ഓക്കെ, കാരണം സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിന് വെരി ഇമ്പോർട്ടൻസ്. നമ്മൾ എന്ത് കൺസെപ്റ്റ് പഠിക്കുന്നതിന് മുന്നേ ഈ ഒരു റീജിയൻ നമുക്ക് അറിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ യഥാർത്ഥ സെല്ലേഴ്സിന് യഥാർത്ഥ ബയേഴ്സിന് നമ്മൾ മിസ് ചെയ്യും. ഓക്കെ, ഇവിടെ റെസിസ്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ക്യാൻഡിൽസ് മൂവ് ചെയ്ത് ഒരു അപ്പർ ലെവലിലോട്ട് പോകും. ഈ അപ്പർ ലെവലിലോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയാണോ പ്രൈസ് സ്റ്റോപ്പ് ചെയ്യുന്നത്, റൈസ് ചെയ്യുന്നത്, അതായത് എവിടെയാണോ പ്രൈസ് സ്റ്റോപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഹോൾട്ട് ആവുന്നത്, അതിന്റെ പറയുന്ന പേരാണ് റെസിസ്റ്റൻസ്. സപ്പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണോ സെല്ല്, അതായത് പ്രൈസ് എവിടെയാണോ സ്റ്റോപ്പ് ചെയ്യുന്നത്, ഫോൾ ചെയ്യുന്നത്, അതായത് മാർക്കറ്റ് താഴോട്ട് പോകുന്നത് എവിടെയാണോ സ്റ്റോപ്പ് ചെയ്യുന്നത്, അതിന് പറയുന്ന സിമ്പിൾ പേരാണ് സപ്പോർട്ട്. ഇൻസ്റ്റിറ്റ്യൂഷൻ ഈ ഒരു സപ്പോർട്ടിന് ഈ ഒരു റെസിസ്റ്റൻസിന് നോക്കി കാണുന്നത് ഈ ഒരു റീജിയണിലാണ് ഏറ്റവും കൂടുതൽ പെൻഡിങ് ലിമിറ്റ് ഓർഡേഴ്സ് ഉണ്ടാവുക ആര് റീറ്റെയിലേഴ്സിന്റെ. ഫോർ എക്സാമ്പിൾ ഈ ഒരു ക്യാൻഡിലിൽ സെല്ല് ചെയ്യുന്ന ഒരു ട്രേഡറെ സംബന്ധിച്ചിടത്തോളം അവർ വെക്കുന്ന സ്റ്റോപ്പ് ലോസ് ഇവിടെയാണ്. അപ്പൊ അവരെ ലിക്വിഡിറ്റി ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ ഇവിടുന്ന് വാങ്ങുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർ വെക്കുന്ന സ്റ്റോപ്പ് ലോസ് ഇവിടെയാണ്. അതുകൊണ്ട് ഇവിടെ സ്റ്റോപ്പ് ലോസ് ഏറ്റവും കൂടുതലുള്ള ഏരിയകളായിട്ടും അതുപോലെ തന്നെ ലിക്വിഡിറ്റി ഏറ്റവും കൂടുതലുള്ള ഏരിയകളായിട്ടും മാർക്കറ്റ് കാണും. ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ എൻട്രീസ് അതുപോലെ തന്നെ എക്സിറ്റ് ചെയ്യുന്നത് ഇത്തരം സോണുകളിലായിരിക്കും. മിഡിൽ ഒരിക്കലും അവർ എൻട്രീസ് നടത്തില്ല. കാരണം ഏറ്റവും കൂടുതൽ ഓർഡേഴ്സിന്റെ അവൈലബിലിറ്റി ഉള്ളത് റെസിസ്റ്റൻസിലും സപ്പോർട്ടിലാണ്. അതുകൊണ്ടാണ് പല ആളുകളും മിഡ് റേഞ്ചിൽ ട്രേഡ് എടുത്തിട്ട് അവരെ റിസ്ക് റിവാർഡ് റേഷ്യോ മാറും. അങ്ങനെ പല കാര്യങ്ങളും നടക്കുന്നത്. പെൻഡിങ് ലിമിറ്റ് ഓർഡേഴ്സ് അതേപോലെ തന്നെ സ്റ്റോപ്പ് ലോസ് ഒക്കെ കാണാൻ പറ്റുന്നത് ഈ ഒരു റീജിയനിലാണ്. സോ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഇസ് നോട്ട് വേർ പ്രൈസ് സ്റ്റോപ്സ്. എവിടെയാണ് പ്രൈസ് സ്റ്റോപ്പ് ചെയ്യുന്നത് എന്നുള്ളതിലല്ല, എവിടെയാണ് ലിക്വിഡിറ്റി വെയിറ്റ് ചെയ്യുന്നത് എന്നാണ്. സോ അതുകൊണ്ടാണ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്ന് പറയുന്ന ഒരു കാരണം. ഓക്കെ, സോ നമുക്ക് റെസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ടിൽ നമുക്ക് ഒന്നുകൂടെ പരിചയപ്പെടാം. ഇവിടെ സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ ഒരു റീജിയൻ ആണ്. അതുപോലെ തന്നെ റെസിസ്റ്റൻസ് പ്രൈസിന്റെ റിജക്ഷൻ എവിടെയുള്ളത് ഈ ഒരു ഏരിയയിൽ. സോ സപ്പോർട്ടിന് പറയുന്ന പേരും റെസിസ്റ്റൻസിന് പറയുന്ന പേരും ഈ റീജിയനിലേക്ക് നമുക്ക് നോക്കിയാൽ മനസ്സിലാകും. ഇവിടുന്ന് പ്രൈസ് താഴോട്ട് പുഷ് ചെയ്യുന്നു, മാർക്കറ്റ് ഇറങ്ങുന്നു, അതുപോലെ തന്നെ ഇവിടെ സപ്പോർട്ട് എടുക്കുന്നു, മാർക്കറ്റ് കയറുന്നു. അതൊരു റേഞ്ച് മാർക്കറ്റിലോട്ട് പോയി. കാരണം റെസിസ്റ്റൻസ് എന്താണെന്നുള്ളതും സപ്പോർട്ട് എന്താണെന്നുള്ളതും ലൈറ്റ് ആയിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം. ഓക്കെ, സോ നമുക്ക് ഇനി പ്രാക്ടിക്കൽ എക്സാമ്പിളിലോട്ട് പോവാം. ഓക്കെ, പ്രാക്ടിക്കൽ എക്സാമ്പിളിലോട്ട് പോകുമ്പോൾ നമ്മളൊരു 15 മിനിറ്റ്സിന്റെ ടൈം ഫ്രെയിം എടുക്കുക. 15 മിനിറ്റ്സിന്റെ ടൈം ഫ്രെയിം എടുക്കുമ്പോൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാകും പ്രൈസ് റിജക്ഷൻ വലിയൊരു വിക്കോട് കൂടി പ്രൈസ് റിജക്ട് ചെയ്തിട്ടുണ്ട്. അവിടെ മനസ്സിലാക്കണം, അതാണ് പ്രൈസിന് റിജക്ഷൻ. നമുക്ക് പ്രീവിയസ്ലി ക്യാൻഡിൽസ് വെച്ച് നോക്കുകയാണെങ്കിലും ഇവിടെ തന്നെയാണ് പ്രൈസ് എന്ത് ചെയ്യുന്നത്, ഇവിടെ വരെ വന്നിട്ട് മാർക്കറ്റ് താഴോട്ട് പോകണം. അപ്പം മനസ്സിലാക്കണം, ഇവിടെ ഏറ്റവും കൂടുതൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ഓർഡേഴ്സ് വരുമ്പോൾ ഈ 4860 എന്ന് പറഞ്ഞ റീജിയനിൽ മാർക്കറ്റ് സെൽ ചെയ്യുന്നുണ്ട്. സോ ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു സെൽ സോൺ ആയിട്ട് മാറും. സെൽ സോൺ മാർക്ക് ചെയ്യുമ്പോൾ റീറ്റെയിൽ ട്രേഡേഴ്സ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക്, ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ലൈൻ മാർക്ക് ചെയ്യരുത്. ഇങ്ങനെ ലൈൻ മാർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് സോൺ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. ശരിക്കും സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് പറയുന്ന മറ്റൊരു പേര് സോൺസ് എന്നാണ് വിളിക്കേണ്ടത്. സപ്പോർട്ട് സോൺ, റെസിസ്റ്റൻസ് സോൺ, ആ സോൺ ആണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ ഇത് സപ്പോർട്ട് സോൺ ആണ്. ഇത് സപ്പോർട്ട് എങ്ങനെയാണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യുക, ഏറ്റവും കൂടുതൽ വിക്സ് വന്നിട്ട് റിജക്ട് ചെയ്ത ഏരിയ പറയുന്ന പേരാണ് സപ്പോർട്ട്. കാരണം ഇവിടെ സ്മാർട്ട് മണി ഇവിടെ ഫണ്ട് ഇഞ്ചെക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ ഇഞ്ചെക്ട് ചെയ്തുകൊണ്ടാണ് മാർക്കറ്റിന് പുഷ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. സോ അതുകൊണ്ടാണ് ഇത് സപ്പോർട്ട് ആയിട്ട് മാറിയത്. അതുപോലെ തന്നെ റെസിസ്റ്റൻസ് മാറിയത് ഈ ഒരു റീജിയണിലും. സോ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഈസിലി നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ സ്മാർട്ട് മണി കൺസെപ്റ്റ് പ്രകാരം അവർ എങ്ങനെയാണ് ഒരു ട്രേഡ് ഇനിഷ്യേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമുക്ക് ഇതൊരു സപ്പോർട്ടാണ്. ഓക്കെ, ഇവിടെ ഇതൊരു സോണിൽ ഇതുവരെ മാർക്കറ്റ് വന്നതിന് ശേഷം മാർക്കറ്റ് സെല്ലിലോട്ട് പോവാണ് എന്ന് അറിഞ്ഞിട്ട് സെല്ലേഴ്സിനെ ട്രാപ്പ് ചെയ്തിട്ടാണ് മാർക്കറ്റ് തിരിച്ചു കയറിയത്. ഓക്കെ, സോ സ്മാർട്ട് മണി ആ ഒരു രീതിയിലാണ് മാർക്കറ്റ് എന്ത് ചെയ്യുക, മാർക്കറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് കൊടുക്കുക. ഇവിടെ മുകളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാകും, ഈ സോണിൽ നിന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോയി.
ഓട്ടോമാറ്റിക്കലി ബയേഴ്സിനോട് ക്രിയേറ്റ് ചെയ്തിട്ട് ബയേഴ്സിനെ ട്രാപ്പ് ചെയ്തിട്ടാണ് മാർക്കറ്റ് ഇറങ്ങിയിട്ടുള്ളത്. സോ സപ്പോർട്ടും റെസിസ്റ്റൻസും സ്മാർട്ട് മണി കൺസെപ്റ്റിൽ എന്താണ് എന്നുള്ളത് സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ ഒരു ചാർട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഓക്കെ, സോ നമ്മൾ സ്മോളർ ടൈം ഫ്രെയിമിലേക്ക് വരികയാണെങ്കിൽ 5 മിനിറ്റ്സിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ സപ്പോർട്ട് റെസിസ്റ്റൻസ് അവിടെ നമ്മൾ സോൺസ് വരയ്ക്കുമ്പോൾ ചാർട്ട് ക്ലിയർ ആവില്ല, ചാർട്ട് ഭയങ്കര നോയ്സി ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രൈസ് റിജക്ട് ചെയ്ത് ചെയ്യുക നോക്കുക. പ്രൈസ് റിജക്ട് എവിടെയാ? ഈ ഒരു ഏരിയയിൽ പ്രൈസ് റിജക്ട് ചെയ്തിട്ടുണ്ട് അല്ലെ, ഈ ഒരു ഏരിയയിൽ പ്രൈസ് റിജക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യും, ഒരു ബൈ സോൺ ആയിട്ട് മാറി ഇവിടെ. കാരണം എന്താ, ഇവിടെ പ്രൈസ് റിജക്ട് ചെയ്ത് അപ്പർ സൈഡിലോട്ട് പോയി, അഗൈൻ ഈ ഒരു 4813 വന്ന് റിജക്ട് ചെയ്ത്. അപ്പോൾ ഇത് സ്മോളർ ടൈം ഫ്രെയിമിൽ ഒരു സപ്പോർട്ട് ആയിട്ട് മാറി. അതുപോലെ തന്നെ റിജക്ഷൻസ് നമുക്ക് സ്മോളർ റിജക്ഷൻ ഏത് ഏരിയയിലുള്ളത്? അപ്പൊ ഈ ഒരു ഏരിയയിലാണ് റിജക്ഷൻ നമുക്ക് നെക്സ്റ്റ് ലെവലിലുള്ളത് സ്മോളർ ടൈം ഫ്രെയിമിൽ. ഓക്കെ, 5 മിനിറ്റ്സിൽ ഈ ഒരു റെസിസ്റ്റൻസ്, ഈ ഒരു ഏരിയ മാർക്കറ്റ് നല്ല രീതിയിൽ ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ, നല്ല രീതിയിൽ ഒരു എൻഗൽഫിംഗ് ക്യാൻഡിൽ ഇട്ടിട്ട് ബ്രേക്ക് ചെയ്തിട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് അങ്ങ് കയറും, മുകളിലോട്ട് കയറി പോകും. അപ്പൊ ഈ ഒരു ഏരിയ നോക്കിയാൽ കാണാം, ഇവിടെ മാർക്കറ്റ് മാക്സിമം സെല്ല് ചെയ്യാനാണ് നോക്കിയിട്ടുള്ളത്. ഈ ഒരു ഏരിയ നോക്കിയാൽ മനസ്സിലാവും, ഈ ഏരിയ നോക്കിയാൽ മനസ്സിലാവും. ഈ ഏരിയയിലൊക്കെ ഉണ്ടായിട്ടുള്ള പ്രൈസ് ആക്ഷൻ സ്മാർട്ട് മണിയാണ് ഇവിടെ ഫണ്ട് ഇൻജെക്ട് ചെയ്തിട്ടുള്ളത്. കാരണം ഈ ഒരു റെസിസ്റ്റൻസ് നിന്ന് മാർക്കറ്റ് കയറാൻ ശ്രമിച്ച് പുതിയ ബയേഴ്സിനെ ക്രിയേറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് താഴോട്ട് തന്നെ വീണ്. സോ സപ്പോർട്ടും റെസിസ്റ്റൻസും എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത് നമുക്ക് ഈ ചാർട്ട് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കും പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ 1 മിനിറ്റിലോട്ട് വരികയാണെങ്കിൽ നമ്മൾ ആ റീജിയനിലാണ് ഇപ്പോഴും ഉള്ളത്. മാർക്കറ്റ് ട്രേഡ് ചെയ്യപ്പെടുന്നത് ഈ ഒരു റീജിയനിലാണ്. അതിനും കൂടെ പറയുന്ന പേരാണ് സപ്പോർട്ട് റെസിസ്റ്റൻസ്. മാർക്കറ്റ് എപ്പോഴും ട്രാവൽ ചെയ്യുക ഈ സോണിന്റെ ഉള്ളിലായിരിക്കും ഉണ്ടാവുക. അൺലെസ് ഒരു അൺസർട്ടൻ ഒരു ന്യൂസ് വരുന്നവരെ മാർക്കറ്റിനെ എപ്പോഴും സോൺസ് റെസ്പെക്ട് ചെയ്യും. ഇതൊരു സെൽ സോൺ ആണ്, ഇതൊരു ബൈ സോൺ ആണ്. സ്മോളർ ടൈം ഫ്രെയിമിൽ ഇതെന്താണ്, ഒരു സപ്പോർട്ടാണ്, ഇതൊരു റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, സോ നമ്മൾ അത് മാർക്ക് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, മാർക്കറ്റിനെ വാച്ച് ചെയ്യാൻ. മാർക്കറ്റ് ഓരോ സോണിൽ എത്തുമ്പോൾ പ്രൈസ് ആക്ഷൻ എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ ഫോർ എക്സാമ്പിൾ മാർക്കറ്റ് ഒരു വലിയൊരു ക്യാൻഡിൽ തന്ന്, ഓക്കെ, മാർക്കറ്റ് ഒരു വലിയൊരു ക്യാൻഡിൽ ഫോം ചെയ്തിട്ട് ഒരു 50 മിനിറ്റ്സിന്റെ ചാർട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു വലിയൊരു ക്യാൻഡിൽ വന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോയി ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തെന്ന് വെക്കുക. വീണ്ടും മാർക്കറ്റ് എന്ത് ചെയ്യും, ഈ സോണിലോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ എന്തായിട്ട് മാറും, സപ്പോർട്ടായിട്ട് മാറും. സപ്പോർട്ടായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് എന്ത് ചെയ്യും, റീടെസ്റ്റ് ചെയ്തിട്ട് മാർക്കറ്റ് അടുത്ത സോണിലോട്ട് പോകും. അതുപോലെ തന്നെ മാർക്കറ്റ് താഴോട്ട് വരികയാണെങ്കിൽ ഈ സപ്പോർട്ടിൽ വന്നിട്ട് സ്മോളർ റിജക്ഷൻ വന്നിട്ട് ഇത് ബ്രേക്ക് ചെയ്ത് ഒരു ഏരിയ ഒരു ഏരിയയിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും അത് റിവേഴ്സ് വന്നു കഴിഞ്ഞാൽ അത് എന്തായി, റെസിസ്റ്റൻസ് ആയിട്ട് മാറി. ആ റെസിസ്റ്റൻസ് ആയിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് പിന്നെ എങ്ങോട്ടാ പോവുക, താഴോട്ടാ വരിക. ഇതാണ് സിമ്പിൾ അനാലിസിസ്, മാർക്കറ്റിന്റെ സിമ്പിൾ അനാലിസിസ്, ബട്ട് വെരി വെരി എഫക്റ്റീവ്. ഒരിക്കലും ഇഗ്നോർ ചെയ്യപ്പെടാത്ത ഒരു സംഭവമാണ്. നിങ്ങൾ എന്ത് കൺസെപ്റ്റ് വെച്ചിട്ടും നമുക്ക് കാര്യമില്ല. ഈ സപ്പോർട്ട് റെസിസ്റ്റൻസ് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഹ്യൂജ് ലോസ് ആയിരിക്കും വരിക, എസ്പെഷ്യലി സ്റ്റോപ്പ് ലോസ് വെക്കാത്ത ആളുകളൊക്കെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ ഇത് കീനായിട്ട് ഒബ്സർവ് ചെയ്തിട്ട് മനസ്സിലാക്കുക. ഓക്കെ, സോ ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക് നമ്മൾ ചെയ്യുന്ന എന്താ വെച്ചാൽ ഒരിക്കലും ലൈൻ ഡ്രോ ചെയ്യരുത്. ഓക്കെ, സോൺ മാർക്ക് ചെയ്യുക. സോൺ മാർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ സോണിൽ മാർക്കറ്റ് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് നോക്കുക. അതിനുശേഷമായിരിക്കണം നമ്മൾ എൻട്രി വരേണ്ടത്. ഓക്കെ, സോ സ്ട്രോങ് റിജക്ഷൻ ഇതിൽ പറഞ്ഞു കഴിഞ്ഞ്, അതുപോലെ തന്നെ കൺസോളിഡേഷൻ മാർക്കറ്റിൽ എങ്ങനെയാണ് വരുന്നത് നമ്മൾ നോക്കി. അതുപോലെ തന്നെ മാർക്ക് ചെയ്യുമ്പോൾ മൾട്ടിപ്പിൾ ലൈൻസ് ടച്ച് ചെയ്തിരിക്കണം, എന്നിരുന്നാലേ മാർക്ക് ചെയ്യാവൂ. ഇത് മൾട്ടിപ്പിൾ ടൈംസ് ഇവിടെ ടച്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇതുപോലെ മൾട്ടിപ്പിൾ ടൈംസിൽ എന്ത് ചെയ്തിട്ടുണ്ട്, റെസിസ്റ്റൻസ് ടച്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് എന്ത് ചെയ്തത്, ഒരു റെസിസ്റ്റൻസ് സോൺ ആയിട്ട് മാറിയിട്ടുള്ളത്. ഓക്കെ, ഇത് എങ്ങനെയാണ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിൽ എങ്ങനെയാണ് ഡെൽറ്റ വർക്ക് ചെയ്യുക, എങ്ങനെയാണ് ഓർഡർ ഫ്ലോ വർക്ക് ചെയ്യുക, എത്ര ബയസ് ഇവിടെ ഫോം ചെയ്യുന്നുണ്ട്, ഏറ്റവും കൂടുതൽ അബ്സോർപ്ഷൻ വരുന്ന ഏരിയ ആണ് സപ്പോർട്ടിലും റെസിസ്റ്റൻസിലും. അങ്ങനെ ഒരുപാട് ഫൗണ്ടേഷൻ സ്റ്റോറീസ് പ്രോ ലെവൽ ക്ലാസ്സിൽ നമ്മൾ പറയുന്നതാണ്. സോ ബേസിക് ആയിട്ട് ഈ കാര്യങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. സോ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിന്റെ ക്ലാസ് വളരെ സിമ്പിൾ ആണ്, പക്ഷെ അത് നമ്മൾ മനസ്സിലാക്കി വെക്കണം എപ്പോഴും. എന്താണ് സപ്പോർട്ട് എന്നുള്ളത്, സപ്പോർട്ട് എപ്പോഴും മനസ്സിലാക്കുക. ഒരു കഥ പോലെ നമ്മൾ മനസ്സിലാക്കി എന്താണ് റെസിസ്റ്റൻസ് സോണ്, എന്താണ് ബൈയിങ് സോണ്,
അതുപോലെ തന്നെ സപ്പോർട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. സപ്പോർട്ടൊക്കെ സിമ്പിൾ ആണ്, സിമ്പിൾ ആയിട്ട് സപ്പോർട്ടാണ്, സിമ്പിൾ ആയിട്ട് റെസിസ്റ്റൻസ് ആണ് മുകളിൽ ഉണ്ടാവുക. അവിടെ എങ്ങനെയൊക്കെയാണ് പ്രൈസ് റിയാക്ട് ചെയ്യുന്നതെന്ന് മാത്രം എന്ത് ചെയ്താൽ മതി, നോക്കിയാൽ മതി. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. സോ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് സോൺ നമ്മൾ കഴിഞ്ഞ് നെക്സ്റ്റ് ട്രെൻഡ് വേഴ്സ് റേഞ്ച്, അതാണ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ 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 ബൈ.